ജവാബ് എന്ന പ്രകാശ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരിലും എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ സന്തോഷങ്ങളും അല്ലാഹു ഇരുവീട്ടിലും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെട്ട പരിശുദ്ധ റമദാൻ മാസത്തിന് തൊട്ടു മുമ്പുള്ള ശഅബാൻ എന്ന പരിശുദ്ധ മാസത്തിന്റെ മധ്യഭാഗത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞു വെച്ചിരുന്നു, മാലിക് യൗമിദ്ദീൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തിന്റെ വിശദീകരണത്തിൽ ആഖിറത്തിൽ പരലോകത്തിൽ 3 വിഭാഗത്തിന്റെ മുഖത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്നും അത് പഠിച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്യുന്ന വക്കിലേക്ക് എത്താതിരിക്കുന്നതിനുള്ള ഒരു പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കാമെന്ന് നാം പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് അത് അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഇനി ശഅബാൻ 15 ചൊവ്വാഴ്ചയാണ്. ഇന്ന് 21 വെള്ളിയാഴ്ച, 25 ചൊവ്വാഴ്ച ഇടന്ന് ശഅബാൻ 15ആണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആ ശഅബാൻ 15മായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട ഒരു ദുആയും ഇന്ന് നാം പഠിക്കാൻ പോവുകയാണ്. കാരണം അവസരത്തിനൊത്ത അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, ഇൽമ എന്ന് പറയുന്നത് അവസരത്തിനൊത്ത ആ സന്ദർഭത്തിന് അനുയോജ്യമായ ഇൽമ പഠിക്കലാണ് ഇൽമുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കാത്തിരുന്നതിനെ അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ബറാഅത്ത് ദിനം എന്ന പരിശുദ്ധ ദിവസത്തിന്റെ ചില പ്രത്യേകതകളിലേക്ക് മാത്രം കടന്ന് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രവേശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ സുദിനം ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഹരി ശഅബാൻ, ശഅബാൻ മാസത്തിന്റെ പകുതി എത്തിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സഹാബത്തിനോട്, വഖൂമു ലൈലഹ വസൂമു നഹാറഹ, നിങ്ങൾ അതിന്റെ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയും പകലിൽ നോമ്പ് പിടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി ഹദീസുകളെ കോർത്തിണക്കിയിട്ട് ശഅബാൻ 15 ബറാഅത്ത് ദിനത്തിലെ നോമ്പിനെ കുറിച്ച് പണ്ഡിതന്മാർ വ്യക്തമായ അഭിപ്രായം പറയുമ്പോൾ ആ ബറാഅത്ത് ദിനം ഒരു മനുഷ്യന്റെ ആയുസ്, ആരോഗ്യം, അവന്റെ ഭക്ഷണ വിശാലത ഒക്കെ ക്രമീകരിക്കപ്പെടുന്ന, മാലാഖമാരാൽ എല്ലാ കാര്യങ്ങളും ഒരു കാരണം നിമിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കുമ്പോൾ ബറാഅത്ത് ദിനത്തിനും അങ്ങനെ തന്നെ അല്ലാഹു മാലാഖമാരോട് നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഭക്ഷണം ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്ത് ഓരോരുത്തർക്ക് വേണ്ടിയുള്ളത് രേഖപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ബറാഅത്തിന്റെ ദിവസം എന്ന് ഐക്യകണ്ഠമായി പണ്ഡിതന്മാർ അഭിപ്രായം പറയുമ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട്, ദീനീ സ്നേഹികളായ നിങ്ങളോട്, എന്ത് അമലുകൾ പറഞ്ഞാലും ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന, എന്ത് ദുആ പറഞ്ഞാലും നല്ല മനസ്സോടുകൂടി ചെയ്യുന്ന നിങ്ങളോട് പറയാനുള്ളത്, ശഅബാൻ 15 അഥവാ ഈ മാസം 25-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അസറിന് ശേഷം ഒരു 3 യാസീൻ നിങ്ങളെല്ലാവരും ഓതണം. 3 യാസീൻ ഓതണം. ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ മനസ്സിൽ നിയ്യത്ത് ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദസ്തുൽ ബല, വിപത്തുകളെ തടയാൻ വേണ്ടിയിട്ടാണ്. വിപത്തുകളെ, ആപത്തുകളെ, നമ്മുടെ ജീവിതത്തിൽ ആപത്തുകളും അപകടങ്ങളും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അതിനെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യാസീൻ. ഒരുപാട് ദുരിതങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അതിനെ തൊട്ടെല്ലാം നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ അയൽവാസികളെയും മുസ്ലിം സമുദായത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് തൂലുൽ ഉംരി, ആയുസ് ദീർഘമാകുന്നതിന് വേണ്ടിയാണ്. ആഫിയത്തോടു കൂടിയുള്ള ആയുസ്. തെറ്റ് ചെയ്യാൻ, തെമ്മാടിത്തരം ചെയ്യാൻ ആയുസ് നീട്ടി കിട്ടിയത് കൊണ്ട് കാര്യമായില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള ആയുസ് നമുക്ക് വേണം. 2ാമത്തെ യാസീൻ കൊണ്ട് ലക്ഷ്യമിടേണ്ടത് അതായിരിക്കണം. പെട്ടെന്നുള്ള മരണം, ദുരിതം, അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടണം. 3, പണ്ഡിതന്മാര് പറയുന്ന ഇസ്തിഗ്നാഉ അനിന്നാസി, ജനങ്ങളിൽ നിന്ന് ആശ്രയമില്ലാത്തവരായി മാറുക. അതായത് ജനങ്ങളോട് സാമ്പത്തികം ചോദിച്ച് യാചിച്ച് നടക്കുന്ന ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി, സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ഇത് നിർബന്ധമായി മോദി ദുആ ചെയ്യുക. ഒപ്പം ഈ സാധുക്കളായ ഞങ്ങളെയും നിങ്ങൾ ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാനിന്റെ പുണ്യവും ബറക്കത്തും നമുക്ക് തരുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആ ദുആ മറക്കാതിരിക്കുക. നാം കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ പറഞ്ഞ 3 കാര്യങ്ങളും, ആരോഗ്യവും ആഫിയത്തും ആയുസ്സും സാമ്പത്തിക വിശാലതയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കി തരാൻ പറ്റുന്ന ഒരു വലിയ ദുആയാണ് ഇന്നത്തെ ചോദ്യോത്തരത്തിന് ശേഷം നാം പഠിക്കാൻ പോകുന്നത്. കാരുണ്യവാനായ പടച്ചതമ്പുരാൻ കാര്യങ്ങൾ
കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും തൗഫീക്ക് തരട്ടെ. ഈ ആഴ്ചയിലെ മനോഹരമായ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്.